നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലരാണെങ്കിൽ എപ്പോഴും കൂളായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? പണ്ട് മുതലേ ജ്യോതിഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ജനിക്കുന്ന സമയത്തെ രാശിക്ക് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ടെന്ന്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ? അതെ, ശരിക്കും നമ്മുടെ സ്വഭാവവും നമ്മൾ ജനിച്ച സമയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ രാശി നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്നല്ലേ? നമ്മൾ 12 രാശികളിലൂടെയും ഒരു യാത്ര പോകും. ഓരോ രാശിക്കാരുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവസാനം ഇതെല്ലാം നിങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നോക്കാം. റെഡിയല്ലേ? എങ്കിൽ തുടങ്ങാം. അപ്പോൾ രാശിചക്രത്തിലെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ആദ്യത്തെ 4 രാശികളിൽ നിന്നാണ്. മേടം, ഇടവം, മിഥുനം, പിന്നെ കർക്കിടകം. ഇവർക്ക് നമ്മളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മേടം രാശി. ധൈര്യത്തിന്റെ ആളാണിവർ. ആടാണ് ചിഹ്നം, അധിപൻ ചൊവ്വയും. അതുകൊണ്ടുതന്നെ എപ്പോഴും നല്ല ഊർജ്ജസ്വലരായിരിക്കും, എന്തിനും മുന്നിൽ നിൽക്കും. ഒരു ലീഡർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഇവർക്കുണ്ടാകും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മുൻകോപം കുറച്ചു കൂടുതലാണ്. പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ അത് പോവുകയും ചെയ്യും. അടുത്തത് നമ്മുടെ ഇടവം രാശിക്കാരാണ്. പാവങ്ങൾ, ഭയങ്കര ശാന്ത സ്വഭാവികളാ. ശുക്രനാണ് അധിപൻ. അതുകൊണ്ടുതന്നെ കലയും സംഗീതവുമൊക്കെ ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. കാളയെപ്പോലെ ഉറച്ച മനസ്സുള്ള ഇവർ നല്ല ക്ഷമയുള്ളവരുമാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു കൂട്ടുകാരനെയാണോ നിങ്ങൾ നോക്കുന്നത്? എങ്കിൽ ഒരു ഇടവം രാശിക്കാരൻ ബെസ്റ്റായിരിക്കും. ഇനിയാണ് ആള് മിഥുനം രാശിക്കാർ. ബുദ്ധിജീവികളാണ് കേട്ടോ. ഇരട്ടകളാണ് ചിഹ്നം, അധിപൻ ബുധനും. സംസാരം കൊണ്ട് ആരെയും കയ്യിലെടുക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനും ഇവർ മിടുക്കരാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരുടെ ചിഹ്നം പോലെ തന്നെ മൂഡ് എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആദ്യത്തെ സെറ്റിലെ അവസാനത്തെ ആള് കർക്കിടകം. സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയുന്ന ആൾക്കാരാണ്. ചന്ദ്രനാണ് ഇവരുടെ അധിപൻ. അതുകൊണ്ടുതന്നെ കുറച്ച് ഇമോഷണൽ ആയിരിക്കും. ആ ഞണ്ടിന്റെ തോടുപോലെ സ്വന്തം കുടുംബത്തെയും ഇഷ്ടപ്പെടുന്നവരെയും ഒരു കവചം പോലെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തും. കുടുംബമാണിവർക്കെല്ലാം. അപ്പോൾ ആദ്യത്തെ 4 പേര് നമ്മൾ പരിചയപ്പെട്ടു. ഇനി വരുന്നത് കുറച്ച് പവർഫുൾ ആൾക്കാരാണ്. സിംഹം, കന്നി, തുലാം, വൃശ്ചികം. ഈ 4 പേർക്കും അവരുടേതായൊരു ഗൗരവവും പ്രൗഢിയുമൊക്കെയുണ്ട്. നമുക്ക് നോക്കാം. പേര് കേട്ടാൽ തന്നെ അറിയാലോ, ചിങ്ങം. ഒരു രാജകീയ പ്രൗഢിയൊക്കെ എപ്പോഴും ഉണ്ടാകും. സൂര്യനല്ലേ അധിപൻ. അപ്പോൾ പിന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്നതിൽ അത്ഭുതമില്ലല്ലോ. നല്ല ആത്മവിശ്വാസമുള്ള ഇവർ എവിടെ ചെന്നാലും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ഒരു നല്ല ലീഡറാകാൻ എല്ലാ കഴിവുമുണ്ട്. പക്ഷേ ഇടയ്ക്ക് വരുന്ന മുൻകോപം ചിലപ്പോഴൊരു വില്ലനാകാറുണ്ട്. അടുത്തത് കന്നിരാശിക്കാർ. ഇവർ പെർഫെക്ഷനിസ്റ്റുകളാണ്. ചെയ്യുന്ന എന്ത് കാര്യവും 100% കൃത്യമായിരിക്കണം. ചെറിയൊരു തെറ്റുപോലും കണ്ടുപിടിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. ബുധന്റെ സ്വാധീനം കാരണം നല്ല ബുദ്ധിയുള്ളവരുമാണ്. അതുപോലെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവില്ല. തുലാം, പേരുപോലെ തന്നെ എല്ലാം ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നവർ. വഴക്കും ബഹളവുമൊന്നും ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. നീതിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളും. ശുക്രന്റെ സ്വാധീനം കാരണം ആരെയും ആകർഷിക്കുന്ന ഒരു സംസാരശൈലിയും വ്യക്തിത്വവും ഇവർക്കുണ്ടാകും. ഈ സെക്ഷനിലെ അവസാനത്തെ ആള് കുറച്ച് സീരിയസ് ആളാണ്. വൃശ്ചികം. ചൊവ്വയാണ് അധിപൻ. അതുകൊണ്ട് ഒരു പ്രത്യേക ഗൗരവമുണ്ടാകും. ഇവരുടെ മനസ്സ് വായിക്കാൻ കുറച്ച് പാടാണ്. കുറച്ച് നിഗൂഢതകളൊക്കെ എപ്പോഴും ഉണ്ടാകും. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ ഇവരെ അടങ്ങൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരെ ദ്രോഹിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. പ്രതികാരം ചെയ്യാൻ മടിക്കില്ല. അങ്ങനെ നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനത്തെ 4 രാശിക്കാർ ധനു, മകരം, കുംഭം, മീനം. ഇവരുടെ ലോകത്തേക്ക് കൂടി നമുക്കൊന്ന് പോയി നോക്കാം. വ്യാഴം അധിപനായ ധനുരാശിക്കാർ എപ്പോഴും പോസിറ്റീവായിരിക്കുന്നവരാണ്. യാത്രകളെ പ്രണയിക്കുന്ന ഇവർക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ള കാര്യം മുഖത്തു നോക്കി പറയും. ചിലപ്പോൾ അത് പ്രശ്നമാവാം. പക്ഷെ അവരങ്ങനെയാ, സത്യസന്ധരാണ്. സ്വാതന്ത്ര്യമാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം. അടുത്തത് മകരം രാശിയാണ്. ശനിയാണ് ഇവരുടെ അധിപൻ. ഇവരെ നമുക്ക് ശരിക്കും വർക്കഹോളിക്കുകൾ എന്ന് വിളിക്കാം. കഠിനാധ്വാനവും ഉത്തരവാദിത്തബോധവുമാണ് ഇവരുടെ മെയിൻ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന വാശിയുള്ളവരാണ്. ഏത് പ്രശ്നത്തെയും നല്ല പക്വതയോടെ നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. കുംഭം രാശിക്കാർ. ഇവർ എപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നവരാണ്. എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാൻ ഇവർക്ക് താൽപ്പര്യമില്ല. സ്വന്തമായി പുതിയ ആശയങ്ങളും വഴികളും കണ്ടെത്തും. സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്നവരാണ്. കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും.
നമ്മുടെ യാത്രയിലെ അവസാനത്തെ രാശി മീനം. വ്യാഴമധിപനായ ഇവർ സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്ന, കലയോട് താൽപ്പര്യമുള്ള ആളുകളാണ്. മറ്റൊരാളുടെ സങ്കടം കണ്ടാൽ സ്വന്തം സങ്കടം പോലെ കാണുന്ന ഒരു നല്ല മനസ്സുണ്ടിവർക്ക്. അനുകമ്പയും ദയയും ഇവരുടെ കൂടെപ്പിറപ്പാണ്. അപ്പോ നമ്മൾ 12 രാശികളെയും ഓടിച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓരോരുത്തർക്കും അവരുടേതായ നല്ലതും ചീത്തയുമൊക്കെ ഉണ്ടല്ലേ? ഇനി നിങ്ങളുടെ ഊഴാണ്. നമുക്ക് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇതില് നിങ്ങളുടെ രാശി ഏതാ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഹേ ഇതെന്നെക്കുറിച്ച് തന്നെയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളുമായി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എത്രത്തോളം ബന്ധമുണ്ടെന്ന് ഒന്നാലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ രാശി ഏതാണെന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും അറിയാൻ ഞങ്ങൾക്കും ഒരു ആകാംക്ഷയുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരുമായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.